എല്ലാവർക്കും നമസ്കാരം. ഈസി ക്ലാസ് വൈ മൂസിയിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന കവിതയാണ് സുഹൃതഹാരങ്ങൾ. ഈ കവിത എഴുതിയത് ആധുനിക കവയത്രിയിലെ കുമാരനാശാൻ ആണ്. ചണ്ടാല ഭിഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് സുഹൃതഹാരങ്ങൾ. 1922 കുമാരനാശാൻ ചണ്ടാല ഭിഷുകി എന്ന ഖണ്ഡകാവ്യം രചിക്കുന്നത്. ഇതിലെ കഥ നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ ആണ്. ഇനി നമുക്ക് കഥയുടെ ചെറിയ സാരം എന്താണെന്ന് നോക്കാട്ടോ. സാവസ്ത്രി എന്ന പുരാതനമായ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഗ്രാമം. നല്ല ചൂടുള്ള വേനൽക്കാലം ശ്രീബുദ്ധൻ്റെ ശിഷ്യനായ ആനന്ദ് ഭിഷു ദാഹത്താൽ ക്ഷീണിതനായി ഒരു ആൽമരത്തിലെത്തി വിശ്രമിക്കുകയായിരുന്നു. എന്നിട്ട് കുറച്ച് ദൂരെ ഒരു പെൺകുട്ടി വെള്ളം കോരുന്നത് കണ്ടു. എന്നിട്ട് ആനന്ദ് ഭിഷു അവളുടെ അടുത്ത് ചെന്ന് സഹോദരി എന്നാണ് ആനന്ദ് ഭിഷു ആ സ്ത്രീയെ വിളിച്ചത്. പക്ഷേ ഈ ഒരു കവിതയിൽ ആനന്ദ് ഭിഷു എന്ന് പറയുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു. അതേപോലെ മാതങ്കി ആയിരുന്നു ആ ഒരു വള്ളം കോരുന്ന പെൺകുട്ടിയുടെ പേര്. ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവളുമായിരുന്നു കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഭയങ്കര പ്രശ്നമായിരുന്നു എന്ത് താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാട്ടോ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ വെള്ളം ചോദിച്ചു. പെട്ടെന്ന് ആ സ്ത്രീ നെട്ടി. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ദാഹത്താൽ ജാതി മറന്നുപോയോ? ഞാൻ ഗ്രാമത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന ചാമർ നായകൻ്റെ മകളാണ്. ഇത് കേട്ട ആനന്ദ് ഭിഷു ഞാൻ ജാതി ചോദിച്ചില്ല, വീണ്ടും വെള്ളം ചോദിച്ചു. ഇത് കേട്ട് മാതങ്കി എന്ന പേരുള്ള ചാണ്ടാല പെൺകുട്ടി മറ്റൊന്നും പറയാതെ വെള്ളം കൊടുത്തു. അന്ന് രാത്രി മാതങ്കിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. ആ സംഭവം ഭയങ്കര നെട്ടലായിരുന്നു മാതങ്കിക്ക്. അടുത്ത ദിവസം ആനന്ദ് ഭിഷുവിനെ തേടി യാത്രയായി. എന്നിട്ട് ശ്രീബുദ്ധൻ്റെ അടുത്തെത്തി. അപ്പോൾ സാമസ്ത്രി എന്ന ഗ്രാമത്തിലെത്തി. അവിടെയാണ് ശ്രീബുദ്ധൻ താമസിക്കുന്നത്. ആനന്ദ് ഭിഷുവിൻ്റെ ബുദ്ധമതത്തിൽ എന്നിട്ട് ചേർന്നു. അതായത് ഈ മാതങ്കി എന്ന് പറഞ്ഞ സ്ത്രീ ആ ഒരു ജാതി എന്ന് പറയുന്നത് മനുഷ്യരൊക്കെ ഒന്നാണ് എന്ന നയമായിരുന്നു ശ്രീബുദ്ധൻ മുന്നോട്ട് വെച്ചത്. ആ ഒരു നയത്തിൻ്റെ കൂടെ ചേർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിലെ വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് അവൾ ഒരു വിഷ്ണുകി ആയി മാറി. അതായത് സ്വർണ്ണാഭരണങ്ങൾ, അതായത് ഭൂമിയിലുള്ള സുഖങ്ങൾ എല്ലാം ഉപേക്ഷിച്ചാണ് അവൾ എന്തായത് വിഷ്ണു. അപ്പം ആനന്ദ് ഭിഷുവിനെ അതായത് വിശുങ്കി അതായത് വിശുങ്കി ആയി മാറി. അപ്പോൾ എന്നാൽ ഈ സംഭവം സമൂഹത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കി. കാരണം താഴ്ന്ന ജാതി എന്നീ മാതങ്കിയുടെ മാതങ്കിയുടേത്. അപ്പോൾ അങ്ങനെ രാജാവ് വരെ ആനന്ദ് ഭിഷുവിനെ വിളിപ്പിച്ചു. അപ്പോൾ നടക്കുന്ന ഭാഗമാണ് ചണ്ടാല ഭിഷുകിയിലെ ആത്മാവ് എന്ന ഭാഗം. അപ്പോൾ ഭിഷുവൻ പറയുന്നുണ്ട്, ജാതി എന്ന് പറയുന്നത് വെറും ഒരു മിത്ര മാത്രം. എല്ലാവർക്കും ഓരോ ജാതി എന്ന തത്വം മുന്നോട്ട് വെച്ചു. എന്നിട്ട് രാജാവ് ഒരേ ശ്രീബുദ്ധനെ അഭിനന്ദിച്ചു. എന്താണിപ്പോൾ ഉണ്ടായത്? രാജാവ് വരെ ഭയങ്കര കോപിതനായിക്കാണ്ടാണല്ലേ ശ്രീബുദ്ധനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചത്. പക്ഷെ ശ്രീബുദ്ധൻ എന്ന് പറയുന്ന വ്യക്തി ജാതിയുടെ മഹത്വം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ. എല്ലാവർക്കും ഒരേ ജാതിയാണ്. അത് ജന്തു മൃഗങ്ങൾക്കൊക്കെ ഒരേ ജാതി എന്ന പോലെ തന്നെയാണല്ലേ മനുഷ്യരും എന്ന കാര്യങ്ങളൊക്കെ ശ്രീബുദ്ധൻ രാജാവിന് പറഞ്ഞു കൊടുത്തു. ഇതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ നമ്മുടെ കവിതയിലുള്ളത്. നമുക്കെന്നാൽ നോക്കാം. ഇനി കവിത നോക്കട്ടോ. കവിത നോക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അർത്ഥം ഇതും അതിൻ്റെ അർത്ഥം കവിതയും അർത്ഥം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറ് വലിച്ചുടൻ കാമളാങ്കി നീർ കോരി നീടിനാൽ ശ്രീമാന ഭിഷ്ണുകി അങ്ങു ചെന്നർത്ഥിച്ചാൽ. അതായത് ആനന്ദ് ഭിഷു മാതങ്കി എന്ന ചാമർ പെൺകുട്ടിയെ കാണുന്ന സന്ദർഭത്തിൽ നിന്നാണ് കവിത തുടങ്ങുന്നത്. തൂമ എന്ന് പറഞ്ഞാൽ ഭംഗി അല്ലെങ്കിൽ ശോഭ എന്നാണ് അർത്ഥം. ഭംഗിയുള്ള പാള കിണറ്റിലിട്ട് ഓമൽ മനോഹരമായ എന്നാട്ടോ കയ്യാൽ കയറ് വലിച്ചു കൊണ്ട് കോമളാങ്കി മനോഹരിയായ
കോമളാംഗി എന്ന് പറഞ്ഞാൽ മനോഹരിയായ, മാതങ്കി നീർ കോരി നീരിനാൽ, അതായത് നീർ എന്ന് പറയുന്നത് വെള്ളമാട്ടോ. അപ്പോൾ വെള്ളം കോരി നിൽക്കുകയാണ്. ഇനി ശ്രീമാന വിഷ്ണു അങ്ങു ചെന്നർത്ഥിച്ചാൽ, അപ്പോൾ ശ്രേഷ്ഠനായ ആ ബുദ്ധവിഷ്ണു അവളുടെ അടുത്ത് ചെന്ന് അർത്ഥിച്ചു എന്ന് പറയുന്നത് ഈ കവിതയിൽ എന്താണ്? യാചിച്ചു എന്നാണ്. എന്താണ് ഈ കവിതയിൽ യാചിച്ചത്? ശ്രീമാന വിഷ്ണു അതായത് വെള്ളമല്ല യാചിച്ചത്, അതായത് താഴ്ന്ന ജാതിയിലുള്ള ഒരു സ്ത്രീയോടാണല്ലേ ആ ഒരു മഹാന് വെള്ളം യാചിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിരാശു നീ ഓമലേ തെരുമെല്ലെ നന്ദു കേട്ടോരാ മനോഹരിയാണമ്പനോദിനാൽ. അപ്പം ദാഹിക്കുന്നു ഭഗിനി എന്ന് പറഞ്ഞത് എന്താണ്? സഹോദരി എന്നാണ് അർത്ഥം. അപ്പം നിങ്ങളെല്ലാവരും ആലോചിക്കണം, പണ്ട് കാലങ്ങളിലല്ലേ ഈ ഒരു പ്രശ്നം നടക്കുന്ന ടൈമിലാണ് ആ ഒരു താഴ്ന്ന ജാതിയിലുള്ള ആ ഒരു സ്ത്രീയെ എന്ത് വിളിക്കുന്നത്? സഹോദരി എന്ന് വിളിക്കുന്നതല്ലേ. അതായത് താഴ്ന്ന ജാതിയിൽ ഉള്ള ആളെയാണ് സഹോദരി എന്ന് വിളിക്കുന്നത്. ത്രിഭാരസം അതായത് കരുണയോടുകൂടി, കുളിർ തണ്ണീരിരാശു എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം എനിക്ക് പകർന്നു തരാൻ പറയുകയാണ്. ആരോട്? മാതങ്കിയോട്. ഓമലേ ഓമനത്തമുള്ളവളെ എന്നാട്ടോ. എനിക്ക് ജലം തന്നാലും പറഞ്ഞത് കേട്ടു സുന്ദരിയായ മാതങ്കി യസരേനോദിനാൽ പറഞ്ഞു എന്നാണ്. എന്തിൻ്റെ അർത്ഥം? യമ്പരനോദിനാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. നമുക്ക് എന്താണ് മാതങ്കി അപ്പോൾ പറഞ്ഞത് എന്ന് നോക്കാം. അല്ലല്ലെന്തു കഥ ഇതു കഷ്ടം, അല്ലലാങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യിൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലോര മാര്യന്മാർ. കോപമേലതുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകതി തൻ്റെ കിടാത്തി ഞാൻ. അപ്പോൾ എന്താണ് പറയുന്നത്? അല്ലല്ലെന്തു കഥ ഇത്. കാരണം എന്താണിപ്പോൾ കഥ? എന്ത് കഷ്ടമാണിത്. കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ആ സ്ത്രീക്ക് ഈ ഒരു സംഭവം. എല്ലാങ്ങു ജാതി മറന്നോ എന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾ ജാതി മറന്നോ? നിങ്ങൾ എന്ത് ഉയർന്ന ജാതിയാണ് എന്നുള്ള കാര്യം മറന്നോ എന്നാണ് ചോദിക്കുന്നത്. നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി. നീചനാരി എന്ന് പറയുന്നത് എന്താണ്? താഴ്ന്ന ജാതിയിലുള്ള എൻ്റെ കയ്യിൽ നിന്ന് ജലം വാങ്ങുകയാണോ ചോദിക്കുകയാണ്. യാചകമികുമോ ചൊല്ലയു മാര്യന്മാർ. അപ്പോൾ യാചിക്കുകയാണോ? അതായത് മാര്യന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ വലിയ ആളുകൾ എൻ്റെ കയ്യിൽ നിന്നാണ് വെള്ളം വാങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ് നമുക്ക് മാതങ്കി. അപ്പോൾ കോപമെല്ലരുതേ ജലം തന്നാലും, അപ്പോൾ പറയാണ് എന്നോട് ഒരിക്കലും കോപമുണ്ടാകരുത് ഞാൻ ജലം തന്നാൽ. പാപമുണ്ടാകും ഇവളൊരു ചണ്ടാലി. അപ്പോൾ പാപമുണ്ടാവും എനിക്ക്, ഞാനൊരു ചണ്ടാലിയാണെന്ന് പറയാണ്. ഗ്രാമത്തിന് പുറത്തിങ്ങും വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഗ്രാമത്തിന് പുറത്ത് താമസിക്കുന്ന ചാമർ നായകൻ്റെ മകളാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ചാമർ എന്ന് പറഞ്ഞാൽ തന്നെ താഴ്ന്ന ജാതിയിലുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ താഴ്ന്ന ജാതിയിലുള്ള അച്ഛൻ്റെ കിടാത്തിയാണ്, മകളാണ് എന്ന് പറയാണ് നമ്മുടെ മാതങ്കി. ഓതിനാൻ വിഷുവേറ്റം വിലക്ഷനായി. അപ്പം ഭയങ്കര ക്ഷീണിതനായിക്കാണ്ട് ആര് പറയാണ്? ഓതിനാൽ എന്ന് പറയുകയാണ് നമ്മുടെ ആനന്ദ വിഷ്ണു പറയുകയാണ് മാതങ്കിയോട്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ ആവു വരണ്ടഹോ ഭീതി വേണ്ട തരികനെന്തിക്കു നീ. അപ്പോൾ പറയാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സഹോദരി, ജാതി എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് പറയാണല്ലേ. അപ്പോൾ ഭീതി വേണ്ട തരിക നിനക്കു നീ. അപ്പോൾ ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, അതായത് ചോദിക്കുന്ന എന്താണ്? കുറച്ച് വെള്ളമാണ്, തൊണ്ട വരണ്ട് കിടക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ ഭീതി വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കണല്ലേ. ഭീതി എന്ന് പറഞ്ഞാൽ പേടി വേണ്ട, കാരണം ആരും ഒന്നും പറയില്ല, ഞാനാണ് ചോദിക്കുന്നത് എന്ന് പറയാണ്. എന്നുടനെ കരപുടം നീട്ടി ഞാൻ. അപ്പോൾ ചെന്നളി മനോഹാരം സുന്ദരൻ. അപ്പോൾ പെട്ടെന്നാണ് ആ കരങ്ങൾ, അപ്പോൾ രണ്ട് കൈക്കൂമ്പ് കൂപ്പിക്കാണ്ട് ചോദിക്കുകയാണല്ലേ വെള്ളം.
അപ്പോൾ ചെന്നീട് മനോഹരം സുന്ദരൻ, ആ ഒരു സുന്ദരനായ ആ ഒരു വ്യക്തിക്ക് വെള്ളം കൈകൾ കൂമ്പി ചോദിക്കുകയാണെന്ന് എന്നാണ് പറയുന്നത്. പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൽ തന്നെയാണവൾ കല്ലിൽ ഇരുമ്പല്ല. പിന്നെ ഒരു തർക്കവും കാര്യമൊന്നും അപ്പോൾ മാതങ്കി പറഞ്ഞില്ലേ എന്നാണ് പറയുന്നത്. പിന്നെ തർക്കിക്കുകയോ ഒന്നും എതിർ പറയുകയോ ഒന്നും ചെയ്തില്ല. കാരണം തന്നെയാണവൾ, അപ്പോൾ കരുണയുള്ളവളാണ് അവളെന്ന് പറയാണ്. കല്ലല്ല ഇരുമ്പല്ല, അതായത് മനസ്സ്, ആ ഒരു സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്നത് കല്ലുമല്ല ഇരുമ്പുമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് കവിതയിൽ മാളങ്കിയുടെ ഭംഗിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആ ഒരു സ്ത്രീയുടെ ഭംഗി എങ്ങനെയായിരുന്നു എന്നാണ്. കറ്റക്കാർ കൂന്തൽ മൂടിത്തലവൈ മുറ്റുമാംസം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയോതുക്കി ചെറുചിരി. അതെന്താണ്? കറ്റക്കാർ കൂന്തൽ അപ്പോൾ മൂടിത്തലവൈ, അതായത് ഒരുപാട് മുടി ഒന്നായിട്ട് കൂടി കിടക്കുന്ന കാർക്കൂന്തൽ എന്ന് പറഞ്ഞ മുടി എന്നാണ് അർത്ഥം. മുടിയാണ് എന്നാണ് പറയുന്നത്. മുറ്റമാംസം അപ്പം മറഞ്ഞു കിടക്കുന്ന ചാരു സാരിയൊതുക്കി ചെറുചിരി. അപ്പോൾ ചെറുചിരിയോടെ വരെയുള്ള മാംസം എന്ന് പറഞ്ഞ ശരീരം ഒന്നാകെ മറച്ചു നിൽക്കുന്ന സാരി കൊണ്ട് മറച്ചു കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു മുഖത്ത് ചെറുചിരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചോരും ചൊരിവ ചെറ്റുവിടർന്നവൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരതയൻ തെല്ലു നിന്നു മൈതങ്കിയാണവൾ. അതായത് താമര വിരിയും പോലെയാണ് അവൾ എന്ന് പറയുകയാണ്. അവളുടെ കണ്ണുകളിൽ വിസ്മയമാർന്ന വിസ്ഫാരിത എന്ന് പറഞ്ഞത് ഭയങ്കര നെട്ടലും ആശങ്കയും എല്ലാം ആ ഒരു കണ്ണിൽ ആ ഒരു ആണ്ട് വിഷ്ണു കണ്ടു എന്നാണ് പറയുന്നത്. നക്ഷത്രം തിളങ്ങുന്ന ആ കണ്ണുകളിൽ ഭയങ്കര നെട്ടലാണ് കണ്ടത്. എന്തുകൊണ്ടാണ് നെട്ടൽ കണ്ടത്? കാരണം എന്താ വെച്ചാൽ ആ ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരിക്കലും താഴ്ന്ന ജാതിയിലൊരു പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നതല്ലല്ലോ ഇപ്പോൾ കണ്ടത്. ഇനി ചോര ചെന്തളിരഞ്ചു മരുണാംശു പൂരതാൻ മേനി മൂടി പുലർച്ചയിൽ വണ്ടിനെ ചെന്നു മുട്ടി വിടർന്ന ചെണ്ടലരിലി കാട്ടി നിൽക്കും പോലെ. അതായത് മേനി എന്ന് പറയുന്ന ശരീരം ഒന്നാകെ ഭയങ്കര വടിവത്ത ശരീരമാണ് ആ ഒരു മാതങ്കിയുടേത് എന്ന് പറയുകയാണ്. നല്ല വടിവത്ത ശരീരവും പിന്നെ വണ്ടിനെ ചെന്ന് മുട്ടിയ പോലെയാണല്ലേ. അപ്പം കാട്ടിൽ നിൽക്കുന്ന വണ്ടിനെ പോലെയാണ് ഇവിടെ കവി ഉപമിക്കുന്നത്. പിന്നെ കൈത്താറ് വിറക്കയാൽ പാളയിൽ ചിന്നു തുളുമ്പി മനോജ്ഞമായി. പിന്നെ കൈത്തുമ്പിൽ അതായത് പാളയിൽ നിന്ന് വള്ളം ചെരിഞ്ഞു കൊടുക്കുമ്പോൾ കൈകൾ വിറക്കുകയായിരുന്നു. ആരുടേത്? മാളങ്കിയുടേത്. അപ്പോൾ മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ വിഷ്ണു നീട്ട കൈക്കൂവിൽ വാർത്തു നിന്നിത്ര മെല്ലെ കുനിഞ്ഞവൾ. അപ്പോൾ വെല്ലെ കുനിഞ്ഞുകാണ്ട് ആർത്തിയാൽ നിൽക്കുന്ന, അതായത് വിഷ്ണു എന്ന് പറഞ്ഞ വള്ളം ദാഹിച്ച് വരണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലേ. ആ ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് തുളുമ്പിക്കാണ്ടാണ് വെള്ളം ചൊരിഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയുകയാണ്. വാർത്തു നിന്നിത്ര മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടേതോരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നീ അന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം. അത് പുണ്യശാലിനി എന്ന് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സൽക്കർമ്മം ചെയ്തത് കൊണ്ട് ഭയങ്കര ആ ഒരു സ്നേഹത്തോടെ പറയാണ് പുണ്യശാലിനിക്ക്. അപ്പം അതായത് കരുണയുള്ളവളെ എന്ന് പറയുകയാണ്. എന്തിനാണ്? കാരണം ആ ഒരു വേറെ ഒന്നും പറയാതെ ആ ഒരു മാതങ്കി എന്ന് പറയുന്ന സ്ത്രീ ആ ഒരു ഉയർന്ന ജാതിയിലുള്ള ആൾക്ക് വെള്ളം കൊടുത്തല്ലേ, അതിന് ഭയങ്കര ശ്രുതിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ. ഇതാട്ടോ നമ്മുടെ കവിത. ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ആദ്യമായി നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ ആദ്യമായി
ഒരു നല്ലൊരു കാഴ്ച കാട്ടിത്തരുന്നതാണല്ലേ. അതായത് ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിയിലുള്ളവരും എന്താണ് മനുഷ്യരാണല്ലേ. മനുഷ്യർക്കൊക്കെ ഒരു ജാതി മാത്രമാണ് എന്നാണ് ഇവിടെ ഈ കവിതയിൽ കാണിച്ചു തരുന്നത്. കാരണം മൃഗങ്ങൾക്കൊക്കെ എന്താണ് ഒരു ഇണങ്ങി അവരൊക്കെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഭയങ്കര സ്നേഹത്തോടല്ല കഴിയണത്. അങ്ങനെ വേണം മനുഷ്യരും എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എല്ലാവർക്കും കവിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എന്നാൽ ഇവിടെ കവിത അവസാനിപ്പിക്കുകയാണ്.